വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ സമ്മറി ഓഫ് IS 456-2000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് PWD എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായി ഏകദേശം 11+ ക്വസ്റ്റ്യൻസ് IS കോഡിലെ പ്രൊവിഷൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ IS കോഡുമായിട്ട് എത്രത്തോളം ഫെമിലിയർ ആയിരിക്കണം, ഇനിയുള്ള എക്സാംസിനും ഏകദേശം ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ബ്രീഫ് സമ്മറി ഓഫ് IS 456-2000 ആണ് ഞാൻ തരുന്നത്. പരക്കെ വായിക്കുന്നതിലും ഒരു ബ്രീഫായിട്ട് ഐഡിയാസ് ഇതുവഴി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ബേസിസ് ഫോർ ഡിസൈൻ. എന്തൊക്കെയാണ് നമ്മുടെ ബേസിസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സേഫ്റ്റി, സെക്കൻഡ് വൺ ഇസ് സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി, അതുപോലെ തന്നെ എക്കണോമി, എസ്തെറ്റിക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ കമ്മിങ് ടു ലോഡ്സ് ആൻഡ് ഫോഴ്സസ്, ഡെഡ് ലോഡ് ഉണ്ട്, ഇമ്പോസ് ലോഡ് ഉണ്ട്, വിൻഡ് ഉണ്ട്, സ്നോ ലോഡ് ഉണ്ട്, എർത്ത് ക്വേക്ക് ലോഡ്, ഇഫക്ട്സ് ഡ്യൂ ടു ഷ്രിങ്കേജ്, ക്രീപ്പ് ആൻഡ് ടെമ്പറേച്ചർ ഉണ്ട്, നമ്മുടെ കോൺക്രീറ്റിൻ്റെ. ദെൻ ഫൗണ്ടേഷൻ മൂവ്മെൻറ്റ് വരും, സോയിൽ ആൻഡ് ഫ്ലൂയിഡ് പ്രഷർ വരും, വൈബ്രേഷൻ, ഇമ്പാക്റ്റ്, ഫറ്റീഗ് വരും, ഇറക്ഷൻ ലോഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ലോഡ്സും അതുപോലെ തന്നെ ഇതുപോലെ അറിയാവുന്ന ബേസിസ് ഫോർ ഡിസൈനുമാണ്. ഇതിനകത്ത് ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വലിയ കാര്യമൊന്നുമില്ല, കോഡിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വായിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് വായിച്ച് വിടുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ബേസിസ് ഫോർ ഡിസൈൻ. എന്തൊക്കെയാണ് നമ്മൾ ക്രൈറ്റീരിയയും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ലോഡ്സ് ആൻഡ് ഫോഴ്സസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് പ്ലെയിൻ ആൻഡ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഇപ്പോൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് പ്ലെയിൻ കോൺക്രീറ്റ് നമ്മൾ 24 kN/m3 RCC 25 kN/m3 അസ്യൂം ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസൈൻ ലോഡ്. നമ്മൾ സ്ട്രക്ചറൽ മെമ്പർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലോഡാണോ കൺസിഡർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനകത്ത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. ആൻഡ് ഇൻ കമ്മിങ് ടു ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇസ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഒരു സേഫ്റ്റി ഫാക്ടറും കൂടെ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം, കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാരക്ടറിസ്റ്റിക് ലോഡ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലും അതുപോലെ തന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ക്യാരക്ടറിസ്റ്റിക് ലോഡ് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ യൂണിറ്റ് വെയ്റ്റിൻ്റെ കാര്യങ്ങൾ RCC 25 ആൻഡ് PCC 24. അത് രണ്ടും അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ബൈ യൂസിങ് സ്യൂട്ടബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലും പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ അപ്രോപ്രിയേറ്റ് കവർ ടു സ്റ്റീൽ. ഇത് രണ്ടും വേണമെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലും കവറും വെച്ചിട്ട് നമുക്ക് കവർ ടു സ്റ്റീൽ അപ്രോപ്രിയേറ്റ് കവർ വെച്ചിട്ടും ഫയർ റെസിസ്റ്റൻസ് നമുക്ക് അച്ചീവ് ചെയ്യാം. ഇനി ഒരു കാര്യം ഓർത്ത് വെക്കണം, മിനിമം വിഡ്ത്ത് ഓഫ് ബീം ടു ബി യൂസ് ഫോർ ഫയർ റെസിസ്റ്റൻസ് ഇൻ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിങ്ങിന് ഫയർ റെസിസ്റ്റൻസിന് വേണ്ടി മിനിമം വിഡ്ത്ത് എത്രയാണ്, 200 mm ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്മിങ് ടു അനാലിസിസ്. എഫക്റ്റീവ് സ്പാൻ എടുക്കുകയാണ്. എഫക്റ്റീവ് സ്പാൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്, അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട്. നമുക്ക് ഫിഗറിനകത്ത് എഫക്റ്റീവ് ഡെപ്തും കാണാൻ പറ്റും, വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ബിയും കാണാം. ഇത് രണ്ടും കണ്ടുപിടിക്കുക. അതായത് LC + D-യും LC + B-യും കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എഫക്റ്റീവ് ഡിസ്റ്റൻസ് ആയിട്ട്, എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കവർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഓർ ക്ലിയർ കവർ പ്ലസ് വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് വിച്ച് എവർ ഇസ് ലെസ്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇത് ചോദിക്കാവുന്നതാണ്. എഫക്റ്റീവ് സ്പാൻ എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലാണ് നമ്മളിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ LC + D ആൻഡ് LC + B കണ്ടുപിടിക്കുക. എന്തെടുക്കുക, ഷോർട്ടർ ഓഫ് ദീസ് ടു. അതാണ് നമ്മൾ വിച്ച് എവർ ഇസ് ലെസ് ആണ് നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫയർ റെസിസ്റ്റൻസ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുക. എന്തൊക്കെയാണ്, സ്യൂട്ടബിൾ മെറ്റീരിയൽ, അപ്രോപ്രിയേറ്റ് കവർ ടു സ്റ്റീൽ, പിന്നെ മിനിമം വിഡ്ത്ത് ഓഫ് ദി ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 mm ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഫയർ റെസിസ്റ്റൻസ് ക്ലിയർ ആണ്. എഫക്റ്റീവ് സ്പാൻ സിംപ്ലി സപ്പോർട്ടഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് പ്രോബ്ലംസ് വേണമെങ്കിൽ നമുക്ക്
എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവം എന്ന് ക്ലിയർ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എൽ സി പ്ലസ് ഡിയും എൽ സി പ്ലസ് ബിയും കണ്ടുപിടിക്കാം, അതിനകത്ത് മിനിമം വാല്യൂ എടുക്കുക. ഇനി കമ്മിങ് ടു കണ്ടിന്യൂസ് ബീം അല്ലെങ്കിൽ സ്ലാബ് ആണെങ്കിൽ ദ വിഡ്ത്ത് ഇസ് ലെസ് ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ. അതായത് ക്ലിയർ സ്പാനിൻ്റെ 1/12 വിഡ്ത്ത് കുറവാണെങ്കിൽ യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ എൽ എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന എൽ സി പ്ലസ് ഡി എൽ സി പ്ലസ് ബി കണ്ടുപിടിച്ച് സ്മോളർ വാല്യൂ എടുക്കാം. ഇനി അതല്ല ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ 600 mm വിച്ച് എവർ ഇസ് ലെസ്. ലെസ് ദാൻ്റെ കേസ് പറഞ്ഞു. ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ ഓർ 600 mm വിച്ച് എവർ ഇസ് ലെസ്. ഞാൻ ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട്. ബി സി ഗ്രേറ്റർ ദാൻ എൽ സി ബൈ 12 ഓർ 600 mm വിച്ച് എവർ ഇസ് ലെസ്. അങ്ങനെയാണ് എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എൽ സി പ്ലസ് ഡി ബൈ 2 ആൻഡ് എൽ സി പ്ലസ് ബി ബൈ 2. അതായത് നേരത്തെ എൽ സി പ്ലസ് ഡി എടുത്ത സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് എൽ സി പ്ലസ് ഡി ബൈ 2 എൽ സി പ്ലസ് ബി ബൈ 2. ഡി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്തും ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് ചെയ്യുക. അതിൽ മിനിമം വാല്യൂ എടുക്കുക. എപ്പോഴാണ് വിത്ത് ഗ്രേറ്റർ ദാൻ 1/12 ഓഫ് ദ ക്ലിയർ സ്പാൻ ഓർ 600 mm വിച്ച് എവർ ഇസ് ലെസ്. ഇനി വിത്ത് ലെസ് ആണെങ്കിൽ നമ്മളത് സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് ട്രീറ്റ് ചെയ്ത് എൽ സി പ്ലസ് ഡി എൽ സി പ്ലസ് ബി കണ്ടുപിടിച്ച് അതിൽ മിനിമം വാല്യൂ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ബീമിൻ്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൽ എഫക്റ്റീവ് മിനിമം ഓഫ് എൽ സി പ്ലസ് ഡി ബൈ 2 ഓർ എൽ സി പ്ലസ് ബി ബൈ 2. ഇനി രണ്ട് കേസ് ഇതിനകത്ത് കണ്ടിന്യൂസ് ബീമിനകത്ത് ഓർത്ത് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നേരെ വായിച്ചിട്ട് എങ്ങനെയാണ് വിഡ്ത്ത് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കുക. ഇൻ കേസ് ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടിനകത്ത് കൺഫ്യൂഷനൊന്നും വേണ്ട. അടുത്തതെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് സ്പാൻ വിത്ത് റോളർ ഓർ റോക്കറ്റ് ബെയറിംഗ്. റോളർ അല്ലെങ്കിൽ റോക്കറ്റ് ബെയറിംഗ് ആയിട്ടുള്ള സ്പാൻ ആണെങ്കിൽ എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബെയറിംഗ് അല്ലെങ്കിൽ റോളറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത തേർഡ് വൺ ക്യാൻഡിലീവറാണ്. ക്യാൻഡിലീവറിൻ്റെ എൽ എഫക്റ്റീവ് എന്ന് വെച്ചാൽ ക്ലിയർ കവർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ബൈ 2. അതായത് എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ സി പ്ലസ് ഡി ബൈ 2 ആണ്. ക്യാൻഡിലീവറിനകത്ത് ഒന്നുമില്ല, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ സി പ്ലസ് ഡി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനാണ് ക്യാൻഡിലിവർ. ഫസ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ്, സെക്കൻഡ് കണ്ടിന്യൂസിൽ രണ്ട് കേസ് പറഞ്ഞു, തേർഡ് വൺ ഇസ് ക്യാൻഡിലിവർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സ്പാൻ വിത്ത് റോളർ ഓർ റോക്കറ്റ് ബെയറിംഗ് പറഞ്ഞു. അവിടെ എൽ എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബെയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ബീമിൽ വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് വിഡ്ത്ത് നോക്കുക, വിഡ്ത്ത് ഓഫ് ദ ബീം നോക്കുക. ലെസ് ദാൻ 1/12 ഓഫ് ദ ക്ലിയർ ഡിസ്റ്റൻസ് ആണോ നോക്കുക, ഗ്രേറ്റർ ആണോ നോക്കുക. ലെസ് ദാൻ ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസിൽ പോവുക, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓർ 600 mm വിച്ച് എവർ ഇസ് ലെസ് നോക്കുക. ഓക്കെ, ഇനി ഫ്രെയിം ആണെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. A simply supported RC beam having clear span 5 meter and support with 300 meter has cross section shown in figure. What is the effective span of the beam as per IS 456? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 5300, 5400, 5200, 5150. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. നമുക്ക് ക്ലിയർ സ്പാൻ അതായത് LC 500 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ അല്ലെങ്കിൽ 5000 millimeter എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സപ്പോർട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതായത് ബി ആണ്, സ്മോൾ ബി ആണ്, 300 mm തന്നിരിക്കുക. നമുക്ക് എന്താണ് എൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എൽ സി പ്ലസ് ഡിയും കണ്ടുപിടിക്കുക, എൽ സി പ്ലസ് ബിയും കണ്ടുപിടിക്കുക. എൽ സി പ്ലസ് ബി ചെയ്യുമ്പോൾ 5000 പ്ലസ് വിഡ്ത്തിൻ്റെ സപ്പോർട്ടിൻ്റെ വിട്ട് 300 ആയതുകൊണ്ട് 5300 വരും. എൽ സി പ്ലസ് ഡി ചെയ്യുമ്പോൾ 5000 പ്ലസ് ഡെപ്ത്ത്. ആ ഫിഗറിനകത്ത് ക്രോസ് സെക്ഷൻ തന്നിട്ടുള്ള ഒരു 250/400 റെക്റ്റാങ്കുലർ സെക്ഷനാണ്. 400 ചെയ്യുക, അപ്പോൾ 5400 കിട്ടും. മിനിമം വാല്യൂ ഏതാണ്, 5300 mm. അപ്പോൾ നമ്മൾ 5300 mm ആണ് നമ്മുടെ ലെങ്ത് എൽ എഫക്റ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, SSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ സിംപ്ലി കണ്ടിന്യൂസിൻ്റെ ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല, പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും തിയറി ചോദിക്കാമെങ്കിലേ ഉള്ളൂ. പക്ഷേ സിംപ്ലി സപ്പോർട്ടുണ്ട് ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം രണ്ട് കണ്ടീഷനും ചെയ്തിട്ട് എന്താണ് മിനിമം വാല്യൂ അല്ലെ ലോ വാല്യൂ എടുക്കുക. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ എ 5300 mm. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പം 4 കേസസ് ഉണ്ട്, ആ 4 കേസസും ഓർത്ത് വെക്കുക. തിയറി ആയിട്ട് ചോദിക്കുക, ഇനി പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ചോദിക്കുക, ക്യാൻഡിലിവറും വേണമെങ്കിൽ ചോദിക്കുക, സിംപ്ലി സപ്പോർട്ടൊന്നും ചോദിക്കുക. അപ്പോൾ തെറ്റാതെ ഓർത്ത് വെച്ച് എഴുതാൻ പറ്റണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത് SSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കും ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ഇട്ടുകൂടാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് മൂലയിൽ നിന്ന് വേണേലും നമുക്ക് IS 456 നിന്ന് ക്വസ്റ്റ്യൻ ഇടാം. അതുകൊണ്ട് എല്ലാം പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്കുള്ള സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ നമ്മുടെ ഭാഗം സ്ട്രോങ് ആക്കി വെക്കുക, അപ്പോൾ എന്തും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാ കണ്ടീഷൻസും ഓർത്ത് വെക്കുക, തെറ്റിക്കാതിരിക്കാം.
ഇനി നമുക്ക് കുറച്ച് ടേംസാണ്. ഗ്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷനാണ് ഇഗ്നോറിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. കോൺക്രീറ്റിൻ്റെ മാത്രം ക്രോസ് സെക്ഷനെയാണ് നമ്മൾ ഗ്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ട്രാൻസ്ഫോംഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ക്രോസ് സെക്ഷനാണ് പ്ലസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ട്രാൻസ്ഫേർഡ് യൂസിങ് മോഡുലാർ റേഷ്യോ. നമുക്കറിയാം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മോഡുലാർ റേഷ്യോ വെച്ചിട്ടെന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പം ട്രാൻസ്ഫോംഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ക്രോസ് സെക്ഷൻ പ്ലസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ട്രാൻസ്ഫോംഡ്. ഇനി അടുത്ത തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ക്രാക്ഡ് സെക്ഷനാണ്. ക്രാക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് തന്നെ, പക്ഷേ എവിടെയുള്ളതാണ്? കംപ്രഷൻ സോണിലുള്ള, അല്ലെങ്കിൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇൻ കംപ്രഷൻ പ്ലസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ട്രാൻസ്ഫേർഡ് ഓൺ ദ ബേസിസ് ഓഫ് മോഡുലാർ റേഷ്യോ. അപ്പോൾ നമുക്ക് തിരിയാനുള്ള ഗ്രോസ് സെക്ഷൻ എന്തായാലും കോൺക്രീറ്റിന് മാത്രമാണ് ഇഗ്നോറിങ് റീഇൻഫോഴ്സ്മെൻറ്റ്, അത് ഓർത്ത് വെക്കാൻ എളുപ്പം. പക്ഷേ ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. എന്തൊക്കെയാണ്? ട്രാൻസ്ഫോംഡ് സെക്ഷനും ക്രാക്ഡ് സെക്ഷനും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. ട്രാൻസ്ഫോംഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ക്രോസ് സെക്ഷൻ ഫുള്ളായിട്ട് എടുക്കും. പക്ഷേ ക്രാക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇൻ കംപ്രഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കുക. ട്രാൻസ്ഫോംഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് കോൺക്രീറ്റ് പ്ലസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡയറക്റ്റ്ലി എടുക്കുന്നത്. പക്ഷേ ക്രാക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രാക്ക് എപ്പോഴും കംപ്രഷൻ സോണിൽ ക്രാക്ക്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ക്രാക്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇൻ കംപ്രഷൻ പ്ലസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ട്രാൻസ്ഫേർഡ് ഓൺ ദ ബേസിസ് ഓഫ് മോഡുലാർ റേഷ്യോ. അപ്പോൾ ഈ 3 ടേമും ഒന്ന് ഓർത്ത് വെക്കുക. അത് നമുക്ക് വരുന്ന ഒരു ടേം ആയതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കായികയില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞു, ഫയർ റെസിസ്റ്റൻസ് പറഞ്ഞു, ഈ ടേംസ് പറഞ്ഞു. നമ്മൾ എഫക്റ്റീവിനകത്ത് എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡും അതുപോലെ ക്യാൻഡിലിവർ ഒരു പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്ത ക്യാൻഡിലിവർ പിന്നെ തെറ്റാനൊന്നും വഴിയില്ല. സിംപ്ലി സപ്പോർട്ടഡും തെറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ബീംസാണ്. ഓക്കെ, ബീംസിലോട്ട് പോകാം. ബീംസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദ ബീം ഇസ് എ എന്താണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫക്റ്റീവ് ഡെപ്ത് ആണ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ടു ടോപ്പ് ഓഫ് കംപ്രഷൻ അല്ലേ. അപ്പോൾ നോക്കി, എഫക്റ്റീവ് ഡെപ്ത് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ഓഫ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയയുടെ സെൻട്രോയിഡിൽ നിന്ന് മാക്സിമം കംപ്രഷൻ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ടി ബീമിൻ്റെ എൽ ബീമിൻ്റെയും കൂടെ ഇതിനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഈ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ ടി ബീമിനാണ് L0/6 + BW + 6DF. ഇവിടെ L0 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ഓഫ് സീറോ മൊമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് L0/6 + BW + 6DF. ഇനി L0 പറഞ്ഞു. ഇനി BW എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് ദ വെബ്. DF എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ്. ഇനി എൽ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം പഠിച്ചാൽ മതി, ടി ബീം പഠിച്ചാൽ മതി. എൽ ബീം അത് വെച്ച് എഴുതാൻ പഠിക്കുക. L0/6 എന്നുള്ളത് L0/12i + BW + 6DF എന്ന് പറയുന്ന 3i. ഡിനോമിനേറ്ററിലുള്ള ഡബിളും കോഎഫിഷ്യൻ്റായിട്ട് കിടന്നത് ഹാഫും ആയി എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഒരു ഫോമുല പഠിച്ചാൽ രണ്ടും എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ടി ബീമിൻ്റെയും എൽ ബീമിൻ്റെയും വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് PWDയിൽ, ഹാർബർ എയ്ക്കകത്ത്. ഇത് ഒരു പണ്ടത്തെ ഒരു 15 ഹാർബർ എ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാനത് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫോർ ഐസൊലേറ്റഡ് ബീംസ് ആണെങ്കിൽ ടി ബീമിൽ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച് = L0/B + 4 + BW. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ബി മാത്രം പഠിക്കാം. എൽ ബീം വരുമ്പോൾ L0 എന്നുള്ളത് 0.5 L0 / L0/B + 4 + BW. ഞാൻ നേരത്തെ പറഞ്ഞു ഈ L0 എന്ന് പറയുന്നത് എന്താണെന്നും പലതവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. L0 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ഓഫ് സീറോ മൊമെൻ്റ് എന്നും പറയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇത് രണ്ടും ചിലപ്പോൾ ഓപ്ഷനിൽ തരും, ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം തരും. രണ്ടും ഉണ്ടെങ്കിൽ ബോത്ത് എഴുതാം. രണ്ട് രീതിയിലും പറയാൻ പറ്റും. ഇനി അടുത്ത കണ്ടിന്യൂസ് ബീംസ് ആൻഡ് ഫോംസ്. ഇനി കണ്ടിന്യൂസ് ബീമും അതുപോലെ കണ്ടിന്യൂസ് ഫ്രെയിംസും ആണെങ്കിൽ ഈ L0 എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ പ്രോബ്ലത്തിൽ തരണമെന്നില്ല. നമുക്ക് എഫക്റ്റീവ് സ്പാനിൻ്റെ 0.7 ടൈംസ് ആക്കി എടുക്കാം. ബീമിൻ്റെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ അറിയാലോ, ആ എഫക്റ്റീവ് സ്പാനിൻ്റെ 0.7 ടൈംസ് ആക്കി എടുത്താൽ മതി. എന്ത് കിട്ടും നമുക്ക്? L0 അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് L0 അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞത് എയിലെ ഹാർബർ ക്വസ്റ്റ്യൻ. പക്ഷേ അതിന് ഓപ്ഷൻ തെറ്റായതുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്.
എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടി ബീം റൂഫ് ഹാസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്: തിക്നെസ് ഓഫ് ദ സ്ലാബ് 100 mm, വിഡ്ത്ത് ഓഫ് ദ റിബ് 300 mm, ഡെപ്ത് ഓഫ് ദ ബീം 500, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബീം 3 meter, എഫക്റ്റീവ് സ്പാൻ ഓഫ് ബീം 6 meter, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ 3.6 meter. വാട്ട് ഇസ് ദ എഫക്റ്റീവ് ഫ്ലാഞ്ച്? ഇവിടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബീമൊക്കെ വെറുതെ തരും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുക. ഡെപ്ത് ഓഫ് ദ ബീം എത്രയാണ്? 500 mm. പിന്നെ തിക്നെസ് ഓഫ് ദ സ്ലാബ് 100 mm ത്രൂ ഔട്ടാണ്. ഇനി നമുക്ക് ഫോർമുല അറിയാം. BF = L0/6 + BW + 6DF അല്ലേ. L0 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. അത് നമുക്ക് 3.6 meter 3600 mm ഡിവൈഡഡ് ബൈ 6 പ്ലസ് വിഡ്ത്ത് ഓഫ് ദ എന്താണ് BW, വിഡ്ത്ത് ഓഫ് ദ റിബാണ്. അത് 300 mm തന്നിട്ടുണ്ട്. 300 + 6 × DF എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ദ ഫ്ലാഞ്ച്. 6 × അത് 100 mm തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചെയ്യുമ്പോൾ 1500 mm സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബീമൊക്കെ തന്ന് ഒന്നും പഠിക്കാത്തൊരു ഫോമുല മാത്രം അറിയാതെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തത്, ക്വസ്റ്റ്യൻ നോക്കി പഠിക്കരുത്, ചെയ്ത് പഠിക്കാം. ക്വസ്റ്റ്യൻ ഒരു തവണ കേട്ടിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഒന്നുമില്ല, സിമ്പിൾ കാൽക്കുലേഷനാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിൽ അത്രത്തോളം പെർഫെക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും പ്രോബ്ലംസ് നോക്കി പഠിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കാം. ഇനി നമുക്ക് അടുത്തത് ഫൈനൽ ഡിഫ്ലക്ഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫ്ലക്ഷൻ 2 രീതിയിൽ പറയാം. ആദ്യം നമ്മൾ സിമ്പിൾ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അതാണ് ഫസ്റ്റ് വൺ. ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ലോഡ്സ് ഇൻക്ലൂഡിങ് എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ, ക്രീപ്പ് ആൻഡ് shrinkage measured from the cast level of the support. ഇത് ഞാൻ കോഡൽ പ്രൊഫഷൻ അതേപോലെ എഴുതിയിരിക്കുകയാണ്. ഓഫ് ദ സപ്പോർട്ട് ഓഫ് ഫ്ലോർ ഷുഡ് നോട്ട് എക്സീഡ് എഫക്റ്റീവ് സ്പാൻ ബൈ 250. അതായത് കൺസ്ട്രക്ഷന് മുന്നേ ഉള്ള കാര്യമാണ്. ഡ്യൂ ടു എല്ലാ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ, ക്രീപ്പ്, ഷ്രിങ്കേജ് എല്ലാം മെഷർഡ് ഫ്രം ദ കാസ്റ്റ് ലെവൽ. അതൊക്കെ ഒന്നും കാര്യമാക്കണ്ട. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പാൻ ഡിവൈഡഡ് ബൈ 250 ആണ്. ഇനി അടുത്ത കേസ്, അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എബവ്, അതായത് എഴുതിയിരിക്കുന്ന ടെമ്പറേച്ചർ കാരണം, ക്രീപ്പ് കാരണം, ഷ്രിങ്കേജ് കാരണം എല്ലാം ആഫ്റ്റർ ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻ ഇറക്റ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷ്. ഇൻ ഷോർട്ട് നമുക്ക് പറയാം ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ഷുഡ് നോട്ട് നോർമലി എക്സീഡ് സ്പാൻ ബൈ 350 or 20 mm വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ബിഫോർ കൺസ്ട്രക്ഷൻസ് എഫക്റ്റീവ് സ്പാൻ ബൈ 250, ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ദാറ്റ് ഇസ് ഇറക്ഷൻ ഓഫ് പാർട്ടീഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫിനിഷസ് എത്ര വരണം? സ്പാൻ ബൈ 350 or 20 mm വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് നോക്കാം. ഇതും ചോദിക്കാം. ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഏതൊക്കെ കാരണം? ടെമ്പറേച്ചർ, ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് എല്ലാം കാരണം സ്പാൻ ബൈ 250, സ്പാൻ ബൈ 350 or 20 mm വിച്ച് എവർ ഇസ് ലെസ്. ഓക്കെ. ഇനി വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ. നമ്മൾ എങ്ങനെയാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ബീമിൽ ലിമിറ്റിലാക്കുന്നതെന്ന് വെച്ചാൽ, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഇസ് എൻഷുർഡ് വിത്തിൻ ലിമിറ്റ് ബൈ ദ ഫോളോയിങ് എഫക്റ്റീവ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ. ഇവിടെ ഈ എഫക്റ്റീവ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്നുള്ളത് മനസ്സിൽ കയറ്റുക. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എഫക്റ്റീവ് സ്പാൻ ടു വിത്ത് റേഷ്യോ ആണ്. ഓക്കെ, സ്പാൻ ടു ഡെപ്ത് റേഷ്യോ. ഇനി ഫോർ സ്പാൻസ് അപ് ടു 10 meter വരെയാണെങ്കിൽ ക്യാൻഡിലീവറിന് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ 7ഉം സിംപ്ലി സപ്പോർട്ടറിന് 20ഉം കണ്ടിന്യൂസിന് 26ഉം ആണ്. ഇത് നിങ്ങൾ കണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്തുക, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റിൽ വരാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ആണ് വേണ്ടത്. ഫോർ സ്പാൻസ് അപ് ടു 10 meter ക്യാൻഡിലീവർ ആണ് 7, സിംപ്ലി സപ്പോർട്ടഡ് ആണ് 20, കണ്ടിന്യൂസ് ആണ് 26. ഇനി SSCയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വാസ് ഡിഫ്ലക്ഷൻ ഇൻ RC beam controlled as per IS 456? Option: by using large aspect ratio, by using small modular ratio, by controlling span to depth ratio, by moderating water cement ratio. Answer is C, by controlling span to depth ratio. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്പാൻ ടു ഡെപ്ത് എന്നുള്ളത് മനസ്സിൽ കയറ്റുക, ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: യൂഷ്വലി സ്റ്റിഫ്നെസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇസ് സാറ്റിസ്ഫൈഡ് ഇഫ് ദ റേഷ്യോ ഓഫ് ഇറ്റ് സ്പാൻ ടു ഡെപ്ത് ഡസ് നോട്ട് എക്സീഡ്. സ്റ്റിഫ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫ്ലക്ഷനാണ്. IES 2008 ക്വസ്റ്റ്യൻ ആണ്. യൂഷ്വലി സ്റ്റിഫ്നെസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇസ് സാറ്റിസ്ഫൈഡ് ദ റേഷ്യോ ഓഫ് സ്പാൻ ടു ഡെപ്ത്. സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ആൻസർ C, 20. 7 ക്യാൻഡിലീവർ ആണ്, 26 കണ്ടിന്യൂസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് IS 99 ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ IS 456, ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ഫോർ ബീംസ് മേ ബി ജനറലി അസ്യൂം ടു ബി സാറ്റിസ്ഫൈഡ് പ്രൊവൈഡഡ് ദ റേഷ്യോ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് ഓഫ് എ കണ്ടിന്യൂസ് ബീം ഓഫ് സ്പാൻ അപ് ടു 10 meters നോട്ട് ടു ബി ഗ്രേറ്റർ ദാൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ഫോർ ബീംസ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ആണ്, മേ ബി ജനറലി അസ്യൂം ടു ബി സാറ്റിസ്ഫൈഡ് പ്രൊവൈഡഡ് ദ റേഷ്യോ സ്പാൻ ടു ഡെപ്ത് ഓഫ് എ കണ്ടിന്യൂസ് ബീം. സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് ഓഫ് എ കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ബീമാണ് ചോദിച്ചിരിക്കുന്നത്, അപ് ടു 10 മീറ്ററുമാണ്. അപ്പം കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താണ് വരുന്നത്? 26 ആണ്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി 26. 20 എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി സപ്പോർട്ടാണ്. 35, 18 നമ്മുടെ പ്രൊവിഷനിൽ വരുന്നതല്ല. അപ്പം ക്വസ്റ്റ്യൻ നേരെ വായിച്ചാൽ മതി. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റും സ്പാനും നോക്കുക, L/D റേഷ്യോ ആണെന്ന് നോക്കുക, പർട്ടിക്കുലർ ആൻസർ സെലക്ട് ചെയ്ത് എഴുതാം. ഇനി കമ്മിങ് ടു സ്ലെൻഡർനെസ് ലിമിറ്റ് ഫോർ ബീംസ് ടു എൻഷുർ സ്റ്റെബിലിറ്റി. അതായത് കംപ്രഷൻ ഫേസിൻ്റെ വെഡ്ത്ത് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ബീംസിന് ഉണ്ടാകുന്ന ഫെയിലർ ഒഴിവാക്കാനായിട്ട്, അതായത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ഡിസ്റ്റൻസ് ലാറ്ററൽ റിസ്ട്രെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 B or 250 B²/D ലിമിറ്റ് ചെയ്യുക. സിംപ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ. കാൻഡിലിവർ ബീം ആണെങ്കിൽ 25 or 100 B²/D. ഇവിടെ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ, സ്ലെൻഡർനെസ് ലിമിറ്റിൻ്റെ വാല്യൂ സിംപ്ലി സപ്പോർട്ടഡിനും കണ്ടിന്യൂസിനും. അപ്പോൾ ഓർത്ത് വെക്കുക, 60 B or 250 B²/D, 25 B or 100 B²/D. ഇനി ഡി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ദ കംപ്രഷൻ ഫേസ്. ഞാൻ പറഞ്ഞില്ല, കംപ്രഷൻ ഫേസിൻ്റെ ബ്രെഡ്ത്ത് കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഇതൊക്കെ ഓർത്ത് വെക്കുക, ഈ 2 ലിമിറ്റും ഓർത്ത് വെക്കുക കേട്ടോ, ഇത് തെറ്റിക്കരുത്. നമുക്കിനി ഒരു മാത്ത് ഫോളോ നോക്കാം. IS 2005 ചോദിച്ചാണ്. ലിസ്റ്റ് 1 0.04 BD, 250 B²/D, 100 B²/D, KX LX/DX. ലിസ്റ്റ് 2 കോളം കാൻഡിലിവർ ബീം, കണ്ടിന്യൂസ് ബീം, ബി. അപ്പോൾ നമുക്ക് എ നോക്കുമ്പോൾ അറിയാം 0.04 BD. ഇതിനി റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നതാണ്, ഞാൻ തരാം അതിൻ്റെ ക്ലാസ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ബീമാണ്. അപ്പോൾ A4 വരും. 250 B²/D നമുക്കറിയാം കണ്ടിന്യൂസ് ബീമിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ ലിമിറ്റാണ്. സോറി, ഓക്കെ. ദെൻ തേർഡ് വൺ 100 B²/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കാൻഡിലിവറിൻ്റെ ലിമിറ്റ്. ആൻഡ് DX LX അത് കോളത്തിൽ വരുന്നതാണ്, ആ പോർഷൻ വരുമ്പോൾ. അപ്പം ഇത് ഓർത്ത് വെക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ വാല്യൂസ് ഓർത്ത് വെക്കണം. അപ്പം അതിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇങ്ങനെയൊക്കെ എന്ത് വേണേലും ചോദിക്കാം, അതുകൊണ്ട് ആ വാല്യൂ ഓർത്ത് വച്ചിരിക്കാം. ഓക്കെ, ഇനി നമുക്ക്, അപ്പോൾ ഇത്രയാണ് ബീമിൻ്റെ കാര്യം. ബീമിൻ്റെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബീമിൻ്റെ ഡിഫ്ലക്ഷൻ്റെ കാര്യവും പിന്നെ അതുപോലെ നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രോബ്ലവും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലാബാണ് പറയുന്നത്. സോളിഡ് സ്ലാബിൻ്റെ കേസാണ്. അപ്പോൾ ഇനി ഫോർ സ്ലാബ് സ്പാനിങ് ഇൻ 2 direction, ദ ഷോർട്ടർ ഓഫ് ദ 2 spans ഷുഡ് ബി യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. അപ്പോൾ സ്പാൻ 2 ഡയറക്ഷനിൽ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഷോർട്ടർ ഡയമെൻഷനിലുള്ള ഷോർട്ടർ ഓഫ് ദ 2 span ഷുഡ് ബി യൂസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. അത് ചോദിക്കാറുണ്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ടർ ഓഫ് ദ 2 spans മനസ്സിൽ കയറ്റാം. ഫോർ ദ 2-way slabs ഓഫ് ഷോർട്ടർ സ്പാൻ, ഞാൻ നേരത്തെ പറഞ്ഞു 2-way സ്പാൻ 3 to 3/3 അപ് ടു ഷോർട്ടർ സ്പാൻ എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ ആണെങ്കിൽ വിത്ത് മൈൽഡ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ്, ദ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ ഗിവൺ ബിലോ മേ ബി ജനറലി അസ്യൂം ടു സാറ്റിസ്ഫൈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ഫോർ ലോഡിംഗ് അപ് ടു 3 kN/m². ഒന്നുമില്ല അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-way സ്ലാബാണ്, ഷോർട്ടർ സ്പാൻ 3.5 മീറ്റർ വരെ ഉള്ളെങ്കിൽ നമ്മൾ മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓവറോൾ ഡെപ്ത് റേഷ്യോ, സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് ഫോർ ലോഡ്സ് അപ് ടു 3 kN/m², സ്ലിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് 35ഉം കണ്ടിന്യൂസ് ബീമാണ് 40ഉം നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മളിത് മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിനാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് 415 ബാർസ് ആണെങ്കിൽ ഈ 35ഉം 40 ഈ വാല്യൂസ് ഇസ് ടു ബി മൾട്ടിപ്ലൈഡ് ബൈ 0.8. ഇപ്പോൾ ഒന്നുമില്ല, 2-way സ്ലാബാണ്, ഷോർട്ടർ സ്പാൻ 3.5 മീറ്റർ വരെയാണ്, മൈൽഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിൽ സ്പാൻ ടു ഓവറോൾ ഡെപ്ത് റേഷ്യോ ഫോർ വെർട്ടിക്കൽ ലിമിറ്റ്സ് ഫോർ ലോഡ്സ് അപ് ടു എത്രയാണ് 3 kN/m². ഞാൻ വേണ്ടുന്നൊക്കെ റെഡ് വെച്ച് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് 35ഉം കണ്ടിന്യൂസ് ബീമിന് 40ഉമാണ്. ഹൈ സ്ട്രെങ്ത് ഡീഫോംഡ് Fe415 ആണെങ്കിൽ 0.8 കൊണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് സോളിഡ് സ്ലാബ്സിൻ്റെ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഷോർട്ടർ സ്പാൻ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഷോർട്ടർ സ്പാനാണ്, അത് അണ്ടർലൈൻ ചെയ്യുക. ഷോർട്ടർ സ്പാൻ 3.5 വരെയാണ്, മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 35, 40. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് 35, കണ്ടിന്യൂസ് സ്ലാബ് 40. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഇത് ചോദിക്കാം, സ്ലാബിൻ്റെ കേസും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേണ്ടുന്നൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് 2-way സ്ലാബ് ദ ലിമിറ്റിംഗ് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്ലാബസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലോങ് സ്പാൻ, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഷോർട്ട് സ്പാൻ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോങ് ആൻഡ് ഷോർട്ട് സ്പാൻ, ഡിപ്പെൻഡൻറ്റ് ഓൺ ബോത്ത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഷോർട്ട് സ്പാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് സ്പാൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് IS 95ലും 2003ലും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി കമ്മിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ എ കണ്ടിന്യൂസ് സ്ലാബ് ഓഫ് 3 by 3.5 മീറ്റർ ദ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ്
ടു സാറ്റിസ്ഫൈ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ലിമിറ്റ് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് IS 2011 ചോദിച്ചതാണ്. നമുക്കറിയാം കണ്ടിന്യൂസ് സ്ലാബ് ഓഫ് 3/3.5 ആണ് അല്ലേ. അപ്പം ഷോർട്ടസ്റ്റ് സ്പാന് അപ് ടു 3.5 വരെ നോക്കാം. ദ ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് L/D റേഷ്യോ 40 ആണ്. നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റീലിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ L/D റേഷ്യോ 40 എടുക്കുക. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, ലീസ്റ്റ് അല്ലെങ്കിൽ സ്മോളർ ഡയമെൻഷനാണ്, അതായത് 3 മീറ്റർ ആണ്, 3000 എടുത്തു. ബൈ D ഇസ് ഈക്വൽ ടു 40. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് എഫക്റ്റീവ് ഡെപ്ത് 75 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല, L/D റേഷ്യോ 40 ആണ് കിട്ടുന്നതെന്നുള്ളത് അറിയുക. കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സ്ലാബാണ്, അത് നമുക്ക് സ്പാൻ 3. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രേ ഉള്ളൂ അതിനകത്ത്. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി കൂടുതൽ വീഡിയോസ് RCCയുടെ പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് പ്ലീസ് ജോയിൻ മൈ ടെലഗ്രാം ചാനൽ. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ലാസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.